Good morning. In this session, we are going to discuss importance or uses of managerial economics. Then relationship of managerial economics with various subjects. First, uses അല്ലെങ്കിൽ importance. Managerial economicsന്റെ uses ആണ് പറയുന്നത്. The main objective of every business is to earn maximum profit. മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ബിസിനസ് കൺസേണിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഫോർ അച്ചീവിങ് ദിസ് ഒബ്ജക്റ്റീവ് ആൻ ഓർഗനൈസേഷൻ നീഡ്സ് ടു എൻഷുർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇറ്റ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഏതൊരു ഓർഗനൈസേഷനും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എഫക്റ്റീവാണെന്ന് എൻഷുർ ചെയ്യണം. മാനേജറിയൽ എക്കണോമിക്സ് ഇനാബിൾസ് മാനേജേഴ്സ് ഇൻ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. മാനേജറിയൽ എക്കണോമിക്സ് മാനേജറിന് എഫക്റ്റീവായി ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ഓരോന്ന് പറയാം. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ്. മാനേജറിയൽ എക്കണോമിക്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ്. മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിനുള്ള ടൂൾസും ടെക്നിക്സും ഒക്കെ മാനേജറിയൽ എക്കണോമിക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഗിവ്സ് ആൻസേഴ്സ് ടു ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. ബിസിനസ് മാനേജ്മെൻറ്റ് ബേസിക് പ്രോബ്ലംസിന് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഗിവ്സ് ആൻസേഴ്സ് ടു ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വരുന്ന, ഇറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് വേരിയസ് എക്കണോമിക് വേരിയബിൾസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് വേരിയസ് എക്കണോമിക് വേരിയബിൾസ്. വേരിയസ് എക്കണോമിക് വേരിയബിൾസിനെ എസ്റ്റിമേറ്റ് ചെയ്യാനും മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് പ്ലാനിങ്. നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടായിരിക്കും, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ഇതൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ ടൂൾസ് മാനേജറിയൽ എക്കണോമിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടു ഫോമുലേറ്റ് വേരിയസ് ബിസിനസ് പോളിസീസ്. ബിസിനസ് പോളിസീസ് ഫോമുലേറ്റ് ചെയ്യാനും മാനേജറിയൽ എക്കണോമിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. വേരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ് പോളിസീസ് എന്തിന് സഹായത്തോടെ നമ്മൾ ഉണ്ടാക്കുന്നത്? മാനേജറിയൽ എക്കണോമിക്സിൻ്റെ. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ഓപ്റ്റിമം ക്വാണ്ടിറ്റീസ് ഓഫ് ഔട്ട്പുട്ട്, കോസ്റ്റ്, പ്രൈസ് ആൻഡ് പ്രോഫിറ്റ്. ഓപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഓപ്റ്റിമം കോസ്റ്റ്, പ്രൈസ്, പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ മാനേജറിയൽ എക്കണോമിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ്. ബിസിനസ് സ്ട്രാറ്റജീസ് നമുക്ക് ഓഫർ ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ്. ഈ സ്ട്രാറ്റജീസ് നമ്മൾ ബിസിനസ് പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ ഈ സ്ട്രാറ്റജീസ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു, മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. ഇതൊരു ഫൗണ്ടേഷൻ, ബിസിനസ് പോളിസീസിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഇത് മാനേജറിയൽ എക്കണോമിക്സ്. ദെൻ ഇറ്റ് അസിസ്റ്റ് മാനേജ്മെൻറ്റ് ടു ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ബിസിനസ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നു ടു ഐഡൻറ്റിഫൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാനേജ്മെൻറ്റിന് മാനേജറിയൽ എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ യൂസസ് പറയുന്നത് ഇത്രയും പോയിൻറ്റ്സാണ്. ദെൻ ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് വേരിയസ് സബ്ജക്ട്സ് ഒരു റിലേറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പാണ്, ഓരോ സബ്ജക്റ്റുകളുടെ റിലേഷൻഷിപ്പാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് മൈക്രോ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞു മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫേമിനെ കുറിച്ചുള്ളതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൂടുതലും മാനേജറിയൽ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സിനേക്കാളും കൂടുതലായിട്ട് റിലേറ്റഡ് ആവുന്നത് മൈക്രോ എക്കണോമിക് തിയറി ആയിട്ടാണ്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു മൈക്രോ എക്കണോമിക് തിയറി ഓർ മൈക്രോ എക്കണോമിക്സ്. The main source of concepts and analytical tools for managerial economics is microeconomic theory. ഇപ്പോൾ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മാർജിൻ അനാലിസിസ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെ വരുന്നത് മൈക്രോ എക്കണോമിക്സിൽ വരുന്നതാണ് ഈ സംഭവങ്ങൾ. ദിസ് മാനേജറിയൽ എക്കണോമിക്സ് ഡിപ്പെൻഡ്സ് മോർ അപ്പോൺ മൈക്രോ എക്കണോമിക്സ്. The dependence of managerial economics
on microeconomics is very much like the dependence of medicine on biological sciences and of engineering or technology on physics. In short, managerial economics makes use of mostly microeconomic theories. Microeconomic theories ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതിൽ മാനേജറിയൽ എക്കണോമിക്സിൽ. ഈ സെക്കൻഡ് പറയുന്ന റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് മാക്രോ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാക്രോ എക്കണോമിക്സ് ഓൾസോ. ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സ് എന്താണ് മാക്രോ എക്കണോമിക്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതലും ഇത് മൈക്രോ എക്കണോമിക്കായിട്ടാണ് കൂടുതൽ ബന്ധപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് സൈക്കിൾ, കോൺസെപ്റ്റ്സ് ലൈക്ക് ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ കൂടുതലും വരുന്നത് മാക്രോ എക്കണോമിക്സിലാണ്. അതും ഇതിൽ വരുന്നുണ്ട് മാനേജറിയൽ എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് ഹെൽപ്പ് ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ബിസിനസ് ഓപ്പറേറ്റ്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എനാബിൾസ് ദ മാനേജേഴ്സ് ടു ഫോർമുലേറ്റ് പോളിസീസ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ, പ്രൈസ് എക്സെട്ര. അപ്പോൾ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൽ മാക്രോ എക്കണോമിക്സും വരുന്നുണ്ട്, പക്ഷേ കൂടുതലും മൈക്രോ എക്കണോമിക്സുമായിട്ടാണ് കൂടുതൽ റിലേറ്റഡ് ആവുന്നത്. ദെൻ റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് എത്രത്തോളം റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം, അത് പ്രോസസ്സ് ചെയ്യണം, അനലൈസ് ചെയ്യണം. പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും നമ്മളതിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തിയറി ഓഫ് പ്രോബബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, ട്രെൻഡ് പ്രൊജക്ഷൻസ്, മൾട്ടിപ്പിൾ റിഗ്രഷൻ ടെക്നിക്സ്, ഇതൊക്കെ നമ്മൾ എന്താണ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഈവൻറ്റ്സ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ലൈക്ക് മീൻ, മീഡിയൻ ആൻഡ് മോഡ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, കോറിലേഷൻ, റിഗ്രഷൻ, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ആർ യൂസ്ഡ് ഇൻ മാനേജറിയൽ എക്കണോമിക്സ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള വേരിയസ് ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ റിലേഷൻഷിപ്പ്. ദെൻ നെക്സ്റ്റ് വൺ റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് മാത്തമാറ്റിക്സ്. നമുക്കറിയാം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സയൻസ് ഓഫ് നമ്പേഴ്സ്, സിമ്പിൾസ് ആൻഡ് ഡയഗ്രാംസ്. അതുപോലെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൾജിബ്ര, ജോമെട്രി, അരിത്മെറ്റിക് എക്സെട്ര. അപ്പോൾ ഡയഗ്രാംസ്, സിമ്പിൾസൊക്കെ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എക്സാക്റ്റ് ആൻഡ് അക്യുറേറ്റ് സയൻസ് ആണ്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്കൽ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് ഓപ്പറേഷൻസ് റിസർച്ച്. നമുക്ക് കേട്ടിട്ടുണ്ട് ഓപ്പറേഷൻ റിസർച്ചും മാനേജറിയൽ എക്കണോമിക്സും എന്താണ് റിലേറ്റഡ് ആണ്. ഓപ്പറേഷൻ റിസർച്ച് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഇൻ സോൾവിങ് ബിസിനസ് പ്രോബ്ലംസ്. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഒക്കെ എന്ത് ചെയ്യുക ഇൻ സോൾവിങ് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും മാത്തമാറ്റിക്കൽ ടെക്നിക്സും അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഈ ഓപ്പറേഷൻ റിസർച്ച് എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്നുണ്ട്. ഈ ഡീൽസ് വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് ദാറ്റ് ഹെൽപ്പ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഏത് വരുന്നത്, ഓപ്പറേഷൻ റിസർച്ച് നമ്മൾ വരുന്നത് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെ നമ്മളെ ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ ടു ഫൈൻഡ് ഔട്ട് ദ ഓപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഫാക്ടേഴ്സ് ടു അച്ചീവ് ദ ഒബ്ജക്ട്സ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ടൈം. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റ് ടൈം മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഓപ്റ്റിമം വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക ഓപ്റ്റിമം കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. ദെൻ റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് അക്കൗണ്ടിങ് ആയിട്ടുള്ള ബന്ധം. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ റിഗാർഡിംഗ് ദ ഓപ്പറേഷൻ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ദ ഫേം. ഒരു ഫേമിൻ്റെ ഫംഗ്ഷനിങ് അതിൻ്റെ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ നമുക്ക് അക്കൗണ്ടിങ്ങിലൂടെയാണ് കിട്ടുക. ബിസിനസ് മാനേജർ നീഡ്സ് മാർക്കറ്റ് ഇൻഫോർമേഷൻ, പ്രൊഡക്ഷൻ ഇൻഫോർമേഷൻ ആൻഡ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ബിസിനസ് മാനേജർക്ക് എന്ത് വേണം, ഡിസിഷൻ മേക്കിങ്ങിന് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മസ്റ്റാണ്. ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള അറിവ് വേണം. അക്കൗണ്ടിങ്ങിലാണ് അവിടെയുള്ള ഡാറ്റ, പ്രോഫിറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ കുറിച്ചുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതൊക്കെ അറിയണമെങ്കിൽ അക്കൗണ്ടിങ് ഡാറ്റ മസ്റ്റാണ്. ഇതാണ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, അതുപോലെ അക്കൗണ്ടിങ് ആയിട്ടുള്ള ബന്ധം. അപ്പോൾ ഇത്രയാണ് ഓരോ
വേറെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ വേറെ സബ്ജക്റ്റായിട്ടുള്ള മാനേജറിയൽ എക്കണോമിക്സിൻ്റെ റിലേഷൻഷിപ്പ്. ഓക്കെ, താങ്ക് യു.